ഒക്കെയുള്ള കുതിരയെ ഈ ബലി അറുക്കുക എന്നുള്ളതിന് റസൂലുള്ള കൽപ്പിച്ചിട്ടില്ല. അപ്പൊ അതിന് തെരഞ്ഞെടുക്കുന്ന ഇനം ഏതാണ്? അത് റസൂലുള്ളയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമാകാൻ പാടില്ല. അപ്പൊ എന്തായി? അത് ഇസ്ലാമിൽ പെട്ടതാവൂല. അപ്പൊ കൂലിയല്ല കിട്ടുക. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തതായിട്ടാണ് അവിടെ പരിഗണിക്കുക. മൂന്നാമത്തത് അതിന്റെ തോത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമസ്കാരം 5 വക്താണ്. ഒരാൾക്ക് സുബൈക്ക് കുളിച്ച് വൃത്തിയായി പള്ളിയിലേക്ക് ചെന്നപ്പോൾ ഭയങ്കര ഉഷാറ്. അപ്പൊ അയാൾ എന്ത് തീരുമാനിച്ചു? ഞാനൊരു 4 റക്അത്താണ് നിസ്കരിക്കണം സുബൈ. എന്തായാലും ന്യായം എന്നറിയോ? 4 റക്അത്ത് നിസ്കരിച്ചാൽ കൂടുതൽ ഫാത്തിഹ സൂറത്ത് ഓതിക്കൂടെ, കൂടുതൽ സുജൂദ് ചെയ്തൂടെ, കൂടുതൽ റുക്കൂ ചെയ്തൂടെ? അതും ഈ സുപ്രഭാതത്തിന്റെ സമയത്ത് അള്ളാഹു കൂടുതൽ സ്വീകരിക്കൂലേ? അപ്പൊ ഞാൻ ഇന്നൊരു 4 റക്അത്ത് നിസ്കരിക്കും. അയാൾ ഉച്ചയായപ്പോൾ ലഹ്ർ നിസ്കരിക്കുമ്പോൾ അയാൾ തീരുമാനിച്ചു ഭയങ്കര ക്ഷീണം, ഞാൻ സുബൈക്ക് ഇപ്പോൾ 2 കൂടുതൽ നിസ്കരിച്ചിരിക്കണല്ലോ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? തൽക്കാലം ലഹ്റിന്ന് 2 കുറക്കാം. ഇയാളെ തീരുമാനമാണ്. പറ്റുമോ? ഇല്ല. അതിന്റെ തോത് അള്ളാന്റെ റസൂല് നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യാസപ്പെട്ടാൽ അതിന് കൂലി കിട്ടൂല. നമ്മുടെ ഇച്ഛക്കനുസരിച്ച് മാറ്റാൻ പറ്റൂല. റക്അത്ത് 5 വക്തുകൾ 5 ആണെങ്കിൽ 5 നേരം പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 4-മത്തെ ഒരു പ്രത്യേക സംഗതി അതിന്റെ രൂപമാണ്. രൂപം തന്നെ റസൂലുള്ള പറഞ്ഞതുപോലെ ആകണം. ഇപ്പൊ ഉളു എടുക്കുക, ഒരാൾ പറയണത് ആദ്യം കൈ കഴുകുക അല്ലേ? അതിൻ്റെ ഒരു ക്രമമുണ്ട്. പക്ഷെ ഞാൻ ആദ്യം കാല കഴുകണത്, പിന്നെ തല തടവുക, പിന്നെ കൈ മുട്ടിനുൾപ്പെടെ, പിന്നെ ചെവി തടവുക. അങ്ങനെ അയാൾ അതിന്റെ രൂപം കിട്ടും മാറ്റി ഒക്കെ ചെയ്തു, ചെയ്യാതൊക്കെ അയാൾ ചെയ്തു. പക്ഷെ രൂപം നേരെ റിവേഴ്സാക്കി. കൂലി കിട്ടുമോ? കിട്ടൂല. എങ്ങനെ വേണം? എങ്ങനെയാണോ റസൂലുള്ളാഹി തുടങ്ങി എങ്ങനെയാണോ അവസാനിപ്പിച്ചത് അതേപോലെ ചെയ്യണം. അതാണ് റസൂലുള്ളാഹിയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. അപ്പൊ രൂപവും അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കാലം നമുക്കറിയാം. ഇപ്പോ മൃഗബലിയ നേരത്തെ പറഞ്ഞു. മൃഗബലിയുടെ സമയം ദുൽഹജ്ജ് 10 അതിനുശേഷമുള്ള 3 ദിവസമാണ്. എന്നാ ഒരാൾ പറയാൻ ദുൽഹജ്ജ് 1-നാണോ ഉളിയത്ത് ഇറക്കണത് പറഞ്ഞാലോ? പറ്റുമോ? ഇല്ല. ഒരാൾ പറയുകയാണെന്ത്, എനിക്ക് കഴിഞ്ഞ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വേറെ മാസം അത് നോൽക്കാം. അത് രോഗികൾക്കും യാത്രക്കാർക്കും നോൽക്കാം. പക്ഷെ അതൊരു സ്ഥിരം സംഭവമാക്കി മാറ്റാൻ പറ്റുമോ? ഒരാൾ റമദാൻ മാസത്തിൽ ചെയ്യണ ഇബാദത്തൊക്കെ മറ്റൊരു കാലഘട്ടത്തിൽ ചെയ്യാം, എന്നിട്ട് റമദാന്റെ പുണ്യം അയാൾ പ്രതീക്ഷിക്കുക പാടുണ്ടോ? ഇല്ല. റമദാനിൽ ചെയ്യണമെന്ന് പറഞ്ഞത് റമദാനിൽ തന്നെ ചെയ്യണം. അപ്പൊ കാലം എന്നത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇതേപോലെ തന്നെ സ്ഥലം. ഇപ്പൊ സ്ഥലം എഴുത്തിക്കാഫിരിക്കൽ പുണ്യമാണ്. എഴുത്തിക്കാഫിരിക്കുക എന്നുള്ളത് പുണ്യമായ കാര്യമാണ്. അത് വീട്ടിലിരുന്നാൽ കൂലി കിട്ടുമോ? ഇല്ല. അത് പള്ളിയിലിരുന്നാലേ എഴുത്തിക്കാഫാവുള്ളൂ. ആരെ പറഞ്ഞു? റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിത്തിരുത്തുകയോ കോട്ടിമാട്ടുകയോ മാറ്റി നിർത്തുകയോ ഏതെങ്കിലും പ്രത്യേക കാരണത്തിലേക്ക് ചേർത്ത് വെക്കുകയോ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം ബിദ്അത്തുകളുടെ പരിധിയിൽ വരും. അതാണ് നബിദിനത്തിനൊക്കെ സംഭവിച്ച പ്രശ്നം. അപ്പൊ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് നാട്ടിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതുപോലെ അല്ല ആ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താൽ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല. നാളെ പരലോകത്തൊരു രംഗം വരാനുണ്ട്. എന്താ രംഗം എന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് ഹൗലുൽ കൗസറിൽ നിന്ന് എല്ലാവർക്കും വെള്ളം കോരി കൊടുക്കുകയാണ്. വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു പ്രത്യേക വിഭാഗത്തിനോട് റസൂലുള്ളാഹി കയർത്ത് സംസാരിക്കുന്നു, ആട്ടിപ്പായിപ്പിക്കുന്നു. നിങ്ങൾ ദൂരെ പോകണം, നിങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല, നിങ്ങൾക്ക് ഈ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളമില്ല. ആരോടാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളോടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെള്ളമില്ല, ദൂരെ പോ. എന്തേ കാരണം? എന്റെ വഫാത്തിന് ശേഷം ഞാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിലേക്ക് നിങ്ങൾ പുതുതായി കൊണ്ടുവന്നു. മതത്തിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുന്നിച്ചേർത്തു, ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകളാണ് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയും. അപ്പൊ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് തന്നെയാണോ, ഉള്ളതാണോ, ഇതുപോലെ തന്നെയാണോ ഉള്ളത് എന്ന് പഠിക്കണം. എനിക്കതൊന്നും അറിയില്ല, അതൊക്കെ മൗലവിമാരും മുസ്ലിയാക്കന്മാരും പഠിച്ച് ഉസ്താദന്മാർ പറയുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാണ്, അതൊന്നും പഠിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല. ആര് പറഞ്ഞത്? ആര് പറഞ്ഞു അതില്ല? നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ ഇതുവരെ പഠിച്ച പുസ്തകങ്ങളൊന്ന് അട്ടി വെച്ചുകൊണ്ട് നിങ്ങളെ തൊട്ടടുത്ത് നിങ്ങളുടെ അത്രയും 3 ആൾക്ക് ഉയരത്തിൽ നിങ്ങളുടെ പുസ്തകങ്ങളുണ്ടാവും അല്ലേ? അതിലുള്ള പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ പരീക്ഷയ്ക്ക് വേണ്ടി?
അല്ലേ? 1 വർഷത്തിന്റെ 2 വർഷത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി പഠിച്ചില്ലേ? എന്തിയേ? നമ്മുടെ ഇബാദത്ത്, നാളെ സ്വർഗം കിട്ടാൻ നമുക്ക് നിർബന്ധമായി നമ്മൾ നിർവഹിക്കേണ്ട ഇബാദത്തുകളെ പറ്റി ഒരുപാട് സീഡികളും പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും സമ്പന്നമായി നമ്മുടെ കൈക്കുമ്പിളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങളെക്കുറിച്ച് സംശയരഹിതമായി പഠിച്ചെടുക്കുക എന്നതിലേക്ക് നമ്മൾ വരാതെ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല സഹോദരങ്ങളെ. അപ്പൊ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ മാത്രമേ അമലുകൾ ചെയ്യാൻ പാടുള്ളൂ, അതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്തെ വ്യവസ്ഥ. മൂന്നാമത്തതോ, ഇതിപ്പോ അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, തൗഹീദൊക്കെ ക്ലിയർ ആണ്, അതേപോലെ തന്നെ ബിദ്അത്തുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നു, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നു. പക്ഷെ മൂന്നാമത്തത് പാളിയാൽ ഈ 2 കൊണ്ടും കാര്യമല്ല. അതെന്താ പറയുക? മൂന്നാമത്തത്, നമ്മുടെ ഉദ്ദേശശുദ്ധി തെറ്റാൻ പാടില്ല, ലക്ഷ്യം പഴക്കാൻ പാടില്ല എന്നതാണ് മൂന്നാമത്തെ വിഷയം. ഇതെന്തിനാ ഞാൻ ചെയ്യുന്നത്? പരലോകത്ത് രക്ഷപ്പെടാൻ. എന്തിനാ കാശ് കൊടുക്കുന്നത്? ഒരാളെ സഹായിക്കുന്നത്? അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ. എന്തിനാ നിസ്കരിക്കുന്നത്? അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ. എന്തിനാ ഞാനൊരു ഇൽമിന്റെ മജ്ലിസിൽ വന്നത്? പല ആളുകളും ഇവിടെ ചിലപ്പോൾ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി, ഞാനിവിടെ നിങ്ങൾ എഴുതിയ കുറച്ച് കുറിപ്പുകൾ ഇങ്ങനെ ഇരുന്നപ്പോൾ വായിച്ചു നോക്കി. മിക്കവാറും ആളുകളെ എഴുതിയിരിക്കുന്നത് ഞാനിവിടെ എത്തിയത് എൻ്റെ സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. ആയിരിക്കാം നിങ്ങൾ അങ്ങനെയാണ് ആദ്യം വരിക. പക്ഷെ ഇനിയൊരു വരവും നിർബന്ധത്തിന് വഴങ്ങിയാകാൻ പാടുണ്ടോ? അവനാന് വേണ്ടി വരണം, സ്വന്തത്തിന് വേണ്ടി വരണം. ഇത് കേൾക്കണത് അവനവന് വേണ്ടിയാണെന്ന് പറയണം. നാളെ പരലോകത്തിനക്ക് കൂലി കിട്ടണം എന്നുള്ള ലക്ഷ്യമാവണം. ഇതിന്റെ സംഘാടകരായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ വലിയൊരു പ്രോഫ്കോണൊക്കെ സംഘടിപ്പിച്ചു, കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി സംഘടനയാണ് ഞങ്ങൾ, ഇതിനെ വെല്ലാൻ വേറെ ആരും ഇല്ല എന്ന ഒരു പകിട്ടിന് വേണ്ടിയാണ് ഇത് നടത്തുന്നതെങ്കിലോ കൂലില്ല. ലക്ഷ്യം പഴച്ചാൽ കൂലില്ല. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം വളരെ ഉഷാറാണെന്ന് എല്ലാവരും പറയണം എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളതില്ലയോ? കൂലില്ല. നാളെ 3 ആളെ വിചാരണക്ക് കൊണ്ടുവരും നാളെ പരലോകത്ത്. റസൂലുള്ളാഹി വിശദീകരിക്കണം. ഒന്നാമതായി കൊണ്ടുവരുന്നത് ഒരു പണ്ഡിതനെയാണ്. നന്നായി ഖുർആൻ പാരായണം ചെയ്ത ഒരു പണ്ഡിതനെ, പഠിപ്പിച്ചു കൊടുത്തൊരു പണ്ഡിതനെ. അദ്ദേഹത്തോട് അള്ളാഹ് ചോദിക്കും, നിനക്ക് ഇൽമുണ്ടായില്ലേ, നീ എന്തേ ചെയ്തു? നിന്റെ മാർഗത്തിൽ ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയും. അപ്പൊ അള്ളാഹ് പറയും, കദിബ്താ, കളവ ഈ പറയുന്നത് ശരിയല്ല. നീ ഇൽമു ഉപയോഗിച്ചപ്പോൾ, നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ നിന്റെ പാരായണം നല്ലതാണ് എന്ന് ആളുകൾ പറയണമെന്നല്ലേ നിന്റെ വിചാരമുണ്ടായിരുന്നത്? അതാളുകൾ അവിടെ വെച്ച് പറഞ്ഞു, നീ ഉദ്ദേശിച്ച ലക്ഷ്യം അവിടെ നിന്ന് ലഭിച്ചു, അതുകൊണ്ട് നിനക്കിവിടെ ഓഹരിയില്ല. മലക്കുകളോട് പറയും, ഇവനെ മുഖം താഴ്ത്തി വലിച്ചു കൊണ്ടുപോയി നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളൂ എന്ന് പറയും. നന്നായി യുദ്ധക്കളത്തിൽ അടരാടിയ യോദ്ധാവിനെയാണ് പിന്നീട് കൊണ്ടുവരുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി വഫാത്തായ, ജിഹാദ് ചെയ്ത് ഷഹീദായ മനുഷ്യൻ. അയാളോട് ചോദിക്കും, നിന്റെ ധൈര്യം എന്ത് ചെയ്തു? പടച്ചോനെ, നിന്റെ മാർഗത്തെ ചെലവഴിച്ചു. അള്ളാഹ് പറയും, കദിബ്ത, ഇയ്യും പറയുന്നത് കളവാണ്. യുദ്ധം ചെയ്തപ്പോ നിന്റെ ഉള്ളിലിരിപ്പേ ഞാനൊരു യോദ്ധാവാണ്, ധൈര്യവാനാണ് എന്ന് മറ്റുള്ളവർ പറയണമെന്നല്ലേ മനസ്സിലുണ്ടായിരുന്നത്? മനസ്സ് വായിക്കാൻ അറിയുന്നവനാ ഞാൻ, അതുകൊണ്ട് നിനക്ക് സ്വർഗമില്ല. മൂന്നാമത് കൊണ്ടുവരുന്നത് നന്നായി പണം ചെലവഴിച്ച ഒരു ധനാഢ്യനെയാണ്. അയാളോടും ഇതുപോലെ ആവർത്തിക്കും. എന്നിട്ട് പറയും, നീ പണം ചെലവഴിച്ചതേ നീ വലിയ കൊടുക്കുന്നവനാണ് എന്ന് അറിയാനല്ലേ? അല്ലേ? അതല്ലേ? ആരോ സാധുവായ ഒരു മനുഷ്യൻ കയറി വന്നെന്തോ ചോദിച്ചപ്പോ 100 രൂപ എടുത്തു കൊടുത്തു. തൊട്ടപ്പുറം തന്നെ അത്രയൊന്നും ഗൗരവമില്ലാത്തൊരു വിഷയത്തിന് ഒരു കാറിൽ കുറച്ച് മുതലാളിമാരും കുറച്ച് പരിചയമുള്ള ആളുകളും വന്നപ്പോൾ ഈ 100 കൊടുത്ത മനുഷ്യൻ അവർക്ക് കൊടുത്തത് 10,000 രൂപയാണ്. എന്തേ? ഇവരൊക്കെ വരുമ്പോ എങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കുക? അത് അവരെ മുമ്പിൽ എനിക്കൊരു കുറച്ചിലല്ലേ? ലക്ഷ്യം മാറി. ആലോചിച്ച് നോക്കി നിങ്ങള്. അപ്പൊ എന്തല്ല, ലക്ഷ്യം മാറിയാൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇത് പടച്ചോന്റെ കൂലി കിട്ടാനാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത്, നാട്ടുകാരെ കാണിക്കാനല്ല. ആ റിയാഇന്റെ വശം ഒരിക്കലും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഈ 3 കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഇസ്ലാമിക കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് നാളെ സ്വർഗം ലഭിക്കുകയുള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയല്ല. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ഈ പ്രോഫ്കോൺ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ തഫ്സീറൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. സൂറത്ത് ഇസ്രായിലെ 19-ാമത്തെ ആയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആർ പരലോകത്തെ ലക്ഷ്യം വെച്ചുവോ ഉദ്ദേശിച്ചുവോ,
വസഅലഹാ സഅയഹാ, ആ പരലോകത്തിനു വേണ്ടി അതിൻ്റെതായ